ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു സ്നാക്കാണ്. അത് ഇഡ്ഡലി പക്കോട. നമുക്ക് അതിനാവശ്യമായ വിഭവങ്ങൾ നോക്കാം. കടലമാവ്, ഇഡ്ഡലി, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അത് ആദ്യം അതൊരു ശകലം ഉപ്പിടായി മാവിനകത്ത് ഇട്ടു. പഞ്ചസാര നമുക്ക് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, നമുക്കത് നനച്ചെടുക്കാം, ബാറ്ററാക്കി എടുക്കാം. നമുക്ക് ഈ പരുവത്തിലാണ് മാവിൻ്റെ പരുവം കിട്ടേണ്ടത്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. ലൂസായി പോയാൽ ഇഡ്ഡലി കുതിർന്നു പോകുന്നതാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് രാവിലെ ചായക്കെടുത്ത ഇഡ്ഡലിയുടെ ബാക്കിയാണ്. എല്ലാവർക്കും മടിയാണല്ലോ ഉച്ച കഴിഞ്ഞാൽ ഇഡ്ഡലി ചായക്ക് കഴിക്കാനായിട്ട്. അപ്പം നമുക്കത് ഈ വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ. ഇത് ഞാൻ ഈ വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി നോക്കാം. ഞാൻ ആദ്യമേ തന്നെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിനോട് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഓയിൽ ഇതിനകത്ത് മാവിനകത്ത് മുക്കി വെച്ചേക്കരുത്. അപ്പം തന്നെ നമ്മളിത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇഡ്ഡലി കുതിർന്നു പോകും. നമുക്ക് ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് ആവുന്നതാണ്, കാരണം ഇഡ്ഡലി വെന്ത സാധനമാണല്ലോ. അപ്പോൾ അധികം വേവില്ല ഇതിന്. നല്ലൊരു 4 മണി പലഹാരമാണ്. ഇഡ്ഡലി മിച്ചം ഇരിക്കുന്ന വേസ്റ്റായി പോകത്തുമില്ല, എന്നാൽ എല്ലാവരും കഴിച്ചോളുകയും ചെയ്യും. ഇത് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം മുളക് പൊടി ചേർത്ത് എരിവായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് ഒരു വശമായിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലി പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി. ഒത്തിരി മുരിയണ്ട. അത് ഇഡ്ഡലി വെന്തതാണല്ലോ, അപ്പം പുറം നല്ല മുരിഞ്ഞ് കിട്ടിയാൽ മതി. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി നമുക്കങ്ങനെ ഇടാം. ഇതെന്താ നല്ല മുരിമുരാന്നുള്ള, അകം നല്ല സോഫ്റ്റാണ്, എന്നാൽ പുറം നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും.